Hello, Chapter 12 Give and Take. Give and Take. ഈ ചാപ്റ്ററിൽ നമ്മൾ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആഡ് ടു, ഈ സ്നേക്കിന്റെ മുകളിൽ കുറെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അത് നമുക്ക് 2 ആഡ് ചെയ്ത് എഴുതാം. എല്ലാവരും ശ്രമിച്ചു നോക്കുക. 334 പ്ലസ് 2 is 336 പ്ലസ് 2 എത്രയാ വരിക? 338 plus 2 340 again plus 2 342 plus 2 344. Next add 5. ഇതവണ 5 ആണ് ആഡ് ചെയ്യേണ്ടത്. 375 plus 5 is last number നോക്കിയാൽ മതി. 5 plus 5 10 ആണ്. അപ്പൊ 75 എന്തായി മാറും? 380. Again plus 5 385. Again plus 5 390 plus 5 395 plus 5 400 plus 5 405 plus 5 410. ഇതുപോലെ സബ്സ്ട്രാക്ട് 5, ഈ ഓരോ നമ്പറിൽ നിന്നും 5 വീതം സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് എഴുതി സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ 1 2 3 4 5 ലൈൻസ് വരച്ച് ബാക്കോട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും എഴുതാം. സോ സബ്സ്ട്രാക്ട് 5 വരുമ്പോൾ 387 ആണുള്ളത്. 7 minus 5 is 2 അല്ലേ? അപ്പൊ ആൻസർ എന്താ വരിക? 382. Now again 5 377. Again minus 5 372. Again minus 5 367. Again minus 5 362. Again minus 5 357. Next add 6. ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ കൂടെ 6 ആഡ് ചെയ്യുക. കിട്ടുന്ന നമ്പറിന് അഗെയിൻ 6 ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് 234 പ്ലസ് 6 1 2 3 4 5 6. 234 plus 6 is 240 plus 6 is 246. 252 plus 6 258, 264 and 270. Subtract 6. ആഡ് ചെയ്തു. ഇനി ഈ നമ്പറുകളിൽ നിന്ന് 6 സബ്സ്ട്രാക്ട് ചെയ്യുക. കിട്ടുന്ന നമ്പറിൽ നിന്ന് വീണ്ടും 6 സബ്സ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ പോകുമ്പോൾ 351, 345, 339, 333, 327, 321. ഇനി ആഡ് 9. 9 ആഡ് ചെയ്യാൻ ഈസി ആണല്ലേ? 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 minus 1 ആണ്. 288 plus 9 ആണ് നമുക്ക് ചെയ്യേണ്ടത്. So 288 plus 9. 8 plus 9 is 17. Remaining 1 here. 8 plus 1 is 9 and 2. ആൻസർ കിട്ടിയിരിക്കുന്നത് 297 എന്നാണ്. ഇനി 288നോട് നമ്മൾ പറഞ്ഞതുപോലെ 10 ആഡ് ചെയ്യാം. വളരെ ഈസിയാണ്. 298. ഇനി ഇതിൽ നിന്ന് 1 മൈനസ് ചെയ്താലോ? -1 is 297. See the answer? എത്ര വേഗമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതുപോലെ നോക്കാം. 288 plus 10, 298 minus 1 is 297. അപ്പൊ ഇനി 97 കഴിഞ്ഞു. ഇനി എന്താ വരിക? 307 ആണ് 10 ആഡ് ചെയ്യുമ്പോൾ വരിക. അതിൽ നിന്ന് കുറച്ചാലോ? 306. Next is 315, 324, 333, 342. Next subtract 9. അതേപോലെ തന്നെ 9നെ സബ്സ്ട്രാക്ട് ചെയ്യാനും ഈസിയാണ്. നമ്മൾ 10നെ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് +1 ചെയ്താൽ മാത്രം മതി. ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് നമ്പർ 331 -9 ചെയ്യണം അല്ലേ? 1ൽ നിന്ന് 9 പോവാത്തത് കൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു നമ്പർ ഇങ്ങോട്ട് പോവും. So this is 11 now and this is 2 and this is 3 itself. So 11 minus 9 is 2. 2 is 2 and 3. 322 ആണ് ആൻസർ.
അത് കിട്ടാൻ വേണ്ടി നമുക്ക് വേറെ രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? 331 മൈനസ് 10 ചെയ്യാം. ഇത് വളരെ ഈസിയാണ്. 321 ആണ്. Now plus 1 equal to 322. See? അപ്പൊ ഇവിടെ നമുക്ക് 331ൽ നിന്ന് മൈനസ് 10 ചെയ്താൽ 321 ആവും. പ്ലസ് 1 ചെയ്താൽ 322. ഇനി നെക്സ്റ്റ് നമ്പർ 22 മൈനസ് 10 എത്രയാണ്? 12 അല്ലേ? So 12 plus 1 13. So the answer is 313. Next 304, 295, 286 and 276. ഇത് എല്ലാവരും സ്വന്തമായിട്ട് തന്നെ ചെയ്തു നോക്കുക. Kishan runs a big plant nursery where he puts different varieties of plants. Villagers often come and take saplings from him to grow in their houses. ഇത് കിഷന്റെ നഴ്സറിയാണ്. അവിടെ എങ്ങനെയാണ് പ്ലാന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഇവിടെ സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സ്ട്രിപ്പ്, അതില് 1 2 3 4 5 6 7 8 9 10 പ്ലാന്റ്സിന്റെ ഒരു വലിയ സ്ട്രിപ്പ് ഉണ്ട്. ഇതുപോലെ ഓരോ 10 വീതമുള്ള 1 2 3 4 5 6 7 8 9 10 ഉള്ള വലിയ സ്ക്വയറുമുണ്ട്. സോ ഇവിടെ 100 പ്ലാന്റ്സ് ഉണ്ട്, ഇതില് 10 പ്ലാന്റ്സ് ഉണ്ട്, ഇതില് 1 പ്ലാന്റ്സ് ഉണ്ട്. Kishan had 364 saplings of different herbs and flowers. Then he went to his friend's village and bought 52 saplings from there. How many saplings does he have now? കിഷന്റെ കയ്യില് 364 സാപ്ലിങ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് 52 സാപ്ലിങ്സും കൂടി വാങ്ങി. ഇപ്പോ ടോട്ടൽ ആയിട്ട് എത്ര സാപ്ലിങ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് അഡീഷൻ പ്രോബ്ലം ആണ്. ഓൾറെഡി ഉള്ളതിന്റെ കൂടെ കുറച്ച് നമ്പർ ആഡ് ആവുകയാണ്. എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? Let us use following systematic procedure to solve this problem. മുമ്പ് ഇവിടെ കണ്ടു ഈ ഒരു വലിയ ബോർഡ്, ഇത് 100 നമ്പേഴ്സ് ആണ്. ഈ സ്ട്രിപ്പ് 10 ആണ്, ഈ സ്ട്രിപ്പ് 1 ആണ്. ഇത് ഉപയോഗിച്ചാണ് ഇവിടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് 364 എന്ന് പറഞ്ഞാൽ അതിൽ 300 ഉണ്ട്, 60 ഉണ്ട്, പ്ലസ് 4. ഇതാണല്ലേ 364. ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് എഴുതാൻ. ഇത് തന്നെയാണ് ഇവിടെ ചിത്രം അയച്ച് കൊടുത്തിരിക്കുന്നത്. 300, 100ന്റെ 3 സ്ക്വയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ 300. ഇനി 60 മീൻസ് 6 ടെൻസ്. 1 2 3 4 5 6. 6 ടെൻസ് ഉണ്ട്. 4 സിംഗിൾ. 1 2 3 4. ഇനി പുതിയതായിട്ട് ആഡ് ചെയ്തത് എത്രയാണ്? 52. 52 മീൻസ് 5 ടെൻസ് പ്ലസ് 2 ആണ്. ഇവിടെ നോക്കിയേ 1 2 3 4 5. 5 ടെൻസ് 2 സിംഗിൾസും ഉണ്ട്. ഇനി ഇതിനെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? കമ്പൈൻ 10 ടെൻസ് ടു ഫോം 100. നമുക്ക് ആദ്യമേ അറിയാം 10 ടെൻസ് ചേർന്നാലാണ് 100. അപ്പൊ ഇവിടെ ഉള്ളതില് ഇവിടെ 6 ടെൻസ് ഉണ്ട്, ഇവിടുന്ന് ഒരു 4 ടെൻസും കൂടി എടുത്തു. ഇപ്പൊ എത്രയായി? ഒരു 100ഉം കൂടിയായി അല്ലേ? അപ്പൊ നേരത്തെ 300 ഉള്ളത് ഇപ്പോ 400 ആയി. ഇനി എത്ര ടെൻസ് ബാക്കിയുണ്ട്? ഇവിടെ 10ന്റെ ഒരു സ്ട്രിപ്പ് ആണ് ബാക്കിയുള്ളത്. സി 10ന്റെ ഒരു സ്ട്രിപ്പ് ബാക്കിയുണ്ട്. പിന്നെ സിംഗിൾസോ 1 2 3 4 5 6 സിംഗിൾസ് ബാക്കിയുണ്ട്. How many saplings in all? See, അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 400, 110 and 6 ones. 416. 364 saplings plus 52 saplings equal to 416 saplings. അതായത് 364 plus 52 is 416. ഈ മെത്തേഡിൽ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയൊന്ന് ആഡ് ചെയ്യുക കൂടി ചെയ്യാം. എങ്ങനെ ചെയ്യണം? 364 പ്ലസ് 52 ആഡ് ചെയ്താൽ എന്താ കിട്ടുക?
4 plus 2 is 6. 6 plus 5 is 11. So 1 ഇവിടെ എഴുതണം, remaining 1 ഇവിടെയും എഴുതണം. 3 plus 1 equal to 4. 416. You can also use number line to solve it. Same problem. Number line ഉപയോഗിച്ച് സോൾവ് ചെയ്തിരിക്കുകയാണ്. ഇനീഷ്യലി 364 ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ 52 ആണ് ആഡ് ചെയ്തത്. നോക്കിയേ, ഈ ഫസ്റ്റ് ബോക്സിൽ ആദ്യം നമ്മുടെ കയ്യിലുള്ള നമ്പർ 364 plus 10 74 plus 10 84 plus 10 94 plus 10 404 plus 10 414 ആയി. എത്ര ടെൻസ് നമ്മൾ ആഡ് ചെയ്തു? നമുക്കറിയാം ഇവിടെ 5 ടെൻസ് ആണുള്ളത്. സോ 1 2 3 4 5 ടെൻസ് ആഡ് ചെയ്തപ്പോൾ 414 കിട്ടി. ഇനി എത്ര സിംഗിൾസ് ഉണ്ട്? 52 അല്ലേ? 1 2 സിംഗിൾസ് ആണുള്ളത്. സോ 14ന്റെ കൂടെ പ്ലസ് 1 15 ആയി. 415 പ്ലസ് 1 416. സെയിം നമ്പർ ആണ് കിട്ടുന്നത്. അപ്പൊ ഒരേ പ്രോബ്ലം നമുക്ക് പല രീതിയിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. Kishan has got an order to deliver 230 saplings to a school. He has packed 75 saplings in an open box. How many more saplings does he need to pack? Total എത്രയായിരുന്നു വേണ്ടത്? 230. ഇപ്പോൾ 75 ഓൾറെഡി പാക്ഡ് ആണ്. ഇനി നമുക്ക് എത്ര കൂടി വേണം? ടോട്ടൽ ഓർഡേർഡ് സാപ്ലിങ്സ് 230. നോക്കി, ഇവിടെ വലിയ ആരോ മാർക്ക് വെച്ചിരിക്കുകയാണ്. ഇതില് ഇത്രയും കൂടുതലാണ് നമുക്ക് ഫിൽ ചെയ്യേണ്ടത്. ഇത് മുഴുവനായിട്ട് 230 ആണ്. ഇതിലൊരു സ്മോൾ പോർഷൻസ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. എത്രയാണ് ഈ സ്മോൾ പോർഷൻ? 75. ഇനി എത്രയും കൂടി ആയാലാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്? സാപ്ലിങ്സ് ഇൻ ദ ബോക്സ് 75. സാപ്ലിങ്സ് ദാറ്റ് നീഡ് ടു ബി പാക്ഡ് ആണ് ഇവിടെ ഉള്ളത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ലെറ്റ് us use 100, 10s and 1 to solve the problem. First, we have to subtract 75 from 230. അതിനു വേണ്ടി 230നെ ആദ്യം എഴുതണ്ടേ? 230ൽ 200 ഉണ്ട്, 310 ഉണ്ട്, 0 ones ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് 75 മൈനസ് ചെയ്യണം. 75 means 7 10s and 5 ones അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ 5 ones മൈനസ് ചെയ്യാം. 5 ones മൈനസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒറ്റ 1 പോലും ഇല്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ 10നെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടേക്ക് ones ആക്കി മാറ്റാം അല്ലെ? ഈ ഒരു 10നെ ഇവിടേക്ക് എടുത്തിട്ട് 1 ആക്കി മാറ്റാം. സോ to take away 5 ones, we change 1 10 into 10 ones. ഈ ഒരു 10നെ മാറ്റി 10 ones ആക്കി ഇവിടെ വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് 1 2 3 4 5 കട്ട് ചെയ്തു അല്ലെ? ഇനി ഇവിടെ എത്ര ones ആണ് ബാക്കിയുള്ളത്? 1 2 3 4 5 ones ബാക്കിയുണ്ട്. ഇനി നമുക്ക് 7 10s മൈനസ് ചെയ്യണം. 7 10s ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഇപ്പൊ ആകെ 2 10s ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ഒരു 100നെ എടുത്തിട്ട് 10 ആക്കി ബ്രേക്ക് ചെയ്യണം അല്ലേ? So now we have to take away 70. Remember, opening 100 blocks give us 10 blocks of 10. So ഇവിടെ 200 ഉണ്ടായിരുന്നു, അതിൽ ഒരു 100നെ നമ്മൾ ബ്രേക്ക് ചെയ്തു. ബാക്കി ഒരു 100 അവിടെ തന്നെ ഉണ്ട്. ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന 2 10സും അവിടെ തന്നെ ഉണ്ട്. ഇനി ഇതിൽ നിന്ന് എത്ര 10s കട്ട് ചെയ്യണം? 7 കട്ട്. 1 2 3 4 5 6 7. ഇനി ഇവിടെ 3 plus 2 5 10s ആണ് ബാക്കിയുള്ളത്. വൺസ് എത്രയുണ്ട്? 1 2 3 4 5. ഹൺഡ്രഡ്സോ 1. സോ എത്രയാണ് ആൻസർ? 100, 5 10 and 5 ones. Kishan has 155 saplings. Now 155 saplings കൂടി പാക്ക് ചെയ്യണം. Draw box diagram as shown above to solve the following problem. Then use HTO blocks or number line to solve the problem. നമുക്ക് ഇവിടെ ബ്ലോക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ നമ്പർ ലൈൻ ഉപയോഗിച്ച് സോൾവ് ചെയ്ത് നോക്കുക. Kishan has 456 saplings in August. He distributed 63 saplings. How many saplings are left with him? Initially ഉണ്ടായിരുന്നത്
456 ആണ്. 400 മീൻസ് 4 hundreds ഉണ്ട്, 5 tens ഉണ്ട്, 6 ones ഉണ്ട്. എങ്ങനെ എഴുതാം? See, 4 hundreds, 10 1, 5 tens and 6 ones. ഇതിൽ നിന്ന് നമുക്ക് എത്രയാണ് മൈനസ് ചെയ്യേണ്ടത്? 63. 63 means 6 tens and 3 ones അല്ലേ? നമുക്ക് ആദ്യം 3 onesനെ മൈനസ് ചെയ്യാം. ഇവിടെ 6 1 ഉണ്ട്, അതിൽ നിന്ന് 1 2 3 ones കട്ട് ചെയ്തു. ഇപ്പോ ഈ 6 പോയി, ഇവിടെ ബാക്കി എത്രയാണുള്ളത്? 3. ഇനി 5 ടെൻസിൽ നിന്ന് നമുക്ക് 6 ടെൻസ് മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് കുറച്ചുകൂടി 10നെ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു 100നെ ബ്രേക്ക് ചെയ്യാം. ഈ 100നെ ഇത്രയായിട്ട് ബ്രേക്ക് ചെയ്യാം. ഇനി ഇവിടെ ഓൾറെഡി കുറച്ച് 10 ഉണ്ടല്ലോ, ആ 10നെയും കൂടി ഇതിന്റെ കൂടെ കൂട്ടാം. ഇനി നമുക്ക് 6 ടെൻസ് അതിൽ നിന്ന് മൈനസ് ചെയ്യാം. 1 2 3 4 5 6. ബാക്കി എത്രയുണ്ട്? 1 2 3 4 5 6 7 8 9. ഇപ്പൊ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് 9 ടെൻസ് ആണ്. അപ്പൊ 9. ആൻഡ് എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 4 ഹൺഡ്രഡ്സിൽ ഒന്നിനെ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് 3 ഹൺഡ്രഡ്സ് ആണ് ബാക്കിയുള്ളത്. സോ വാട്ട് ഈസ് ദ ആൻസർ? 393. Kishan has a collection of 309 saplings. He gets 80 more saplings of flowering plants. How many saplings does he have now? കിഷന്റെ കയ്യിൽ 309 സാപ്ലിങ്സ് ഉണ്ട്. അദ്ദേഹത്തിന് ഒരു 80 കൂടി കൂടുതൽ കിട്ടി. ഇപ്പൊ എത്ര സാപ്ലിങ്സ് ഉണ്ട്? 309 പ്ലസ് 80. എങ്ങനെ ചെയ്യാം? നമുക്ക് ഹൺഡ്രഡ്സ്, 10 and 1 നോക്കാം. 3 hundreds, 0 tens and 9 ones. അതാണ് 309. ഇതിന്റെ കൂടെ എത്ര കൂടിയാണ് ആഡ് ചെയ്യേണ്ടത്? 8 tens. 8 tens ആണ് 80. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു 10ഉം ഇല്ല. ഇവിടെ നമുക്ക് 8 tens അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് മീൻസ് ഇനീഷ്യലി 0 ആയത് ഇപ്പൊ 8 ആയി. ഇത് വളരെ ഈസി ആണല്ലേ? സോ എത്രയാണ് ഇപ്പോഴത്തെ നമ്പർ? 389. So answer is 389 saplings. ഇത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ? 309 plus 80. 9 plus 0 is 9. 0 plus 8 is 8 and 3. 389. Kishan has 270 saplings of herbs and his friend has 36 saplings of herb. How many more saplings does Kishan have? അതെങ്ങനെയാ മനസ്സിലാവുക? ഒരാളുടെ അടുത്ത് കൂടുതലുണ്ട്, ഒരാളുടെ അടുത്ത് കുറവുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് 270 മൈനസ് 36. ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് ഇവിടേക്ക് വരാം. അതിനു മുമ്പേ നമുക്ക് ഹൺഡ്രഡ്സും ടെൻസും ഒക്കെ ഉപയോഗിച്ചതൊന്ന് ചെയ്ത് നോക്കാം. കിഷന്റെ കയ്യിൽ 2 ഹൺഡ്രഡ്സ് ഉണ്ട്, 7 ടെൻസ് ഉണ്ട്, 0 1. 270. ഇനി കിഷന്റെ ഫ്രണ്ടിന്റെ അടുത്തോ? ഹൺഡ്രഡ്സ് ഇല്ല, 3 ടെൻസ് ഉണ്ട്, 6 ones ഉണ്ട് അല്ലെ? നമുക്ക് ഈ വലിയ നമ്പറിൽ നിന്ന് ഈ ചെറിയ നമ്പർ മൈനസ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? ആദ്യം വൺസ് നോക്കാം. ഇവിടെ 6 ones ഉണ്ട്. ഇവിടെയോ ഒരു വൺസ് പോലും ഇല്ല. 0 onesൽ നിന്ന് നമുക്ക് 6 1 കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു 10നെ ബ്രേക്ക് ചെയ്ത് 10 ones ആക്കി മാറ്റാം. ഇപ്പൊ ഈസി ആയില്ലേ? നമുക്ക് 1 2 3 4 5 6. ഇവിടെയും 1 2 3 4 5 6 കട്ട് ചെയ്തു. ഓക്കെ, ഇനി എത്ര ടെൻസ് ആണ് ഇവിടെ ഉള്ളത്? 1 2 3. സോ 1 2 3. ഇവിടെ 1 2 3 കട്ട് ചെയ്തു. ഇപ്പോ എത്ര കൂടുതലാണ് കിഷന്റെ കയ്യിലുള്ളത് എന്ന് ഇത് നോക്കി മനസ്സിലാവും. 2 ഹൺഡ്രഡ്സ് ഉണ്ട്, ഒരു 100 പോലും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ 10 1 2 3. ഇപ്പൊ 7 ഇല്ല, 3 ആണ് ബാക്കിയുള്ളത്. അതുപോലെ 1 1 2 3 4. 0 അല്ല, ഇപ്പൊ ഇവിടെ 4 ആണ്. സോ ദ ആൻസർ ഇസ് 234. നമ്മുടെ നേരത്തെ കാൽക്കുലേഷൻ ഒന്നുകൂടി ചെയ്ത് നോക്കിയാലോ? 270 മൈനസ് 36. സോ 0ൽ നിന്ന് 6 പോവില്ല. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാം. സോ 0 മാറി ഇവിടെ 10 ആവും, 7 മാറി 6 ആവും, 2 മാറി 2 തന്നെയാവും. 10 minus 6 is 4. 6 minus 3 is 3. 2 minus 0 is
2. So the answer is 234. Write the word problems using the numbers given in the box diagram below and solve them. You can take help from the picture for appropriate context. First, ഒരു ബോക്സ് ഡയഗ്രം തന്നിട്ടുണ്ട്. ഇതില് 234 ബോയ്സ് ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ 156 ഗേൾസും കൂടി ആഡ് ആയി കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? സോ വേർഡ് പ്രോബ്ലം എങ്ങനെ എഴുതാം? There are 234 boys in a class. Later, 156 girls are added to the class. What is the total strength of class now? Blocks ഉപയോഗിച്ച് ചെയ്യാം, നമ്പർ ലൈൻ ഉപയോഗിച്ച് ചെയ്യാം, ആഡ് ചെയ്ത് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ വേല് ചെയ്യുക. ഞാൻ ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്താണ് ചെയ്യുന്നത്. 234 plus 156 equal to 390. ഇത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെയ്ത് നോക്കാം. എങ്ങനെയാ ഒന്നുകൂടി എഴുതി നോക്കാം. 234 plus 156. 6 plus 4 is 10. ഇവിടെ 0 എഴുതണം. ഇവിടെ 1. 5 plus 3 is 8. 8 plus 1 is 9. 2 plus 1 is 3. So the answer is 390. നെക്സ്റ്റ്, ഒരു ലൈബ്രറിയിൽ 356 ബുക്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് -138 ബുക്സ് ആണ്. ഇപ്പൊ ബാക്കി എത്രയുണ്ട്? വേർഡ് പ്രോബ്ലം എങ്ങനെയാക്കാം? In a library, there are 356 books. Out of these, 138 books are given to the students of different classes to read. How many books are left in the library? പല രീതിയിൽ ചെയ്യാം. നമുക്കിവിടെ ഡയറക്റ്റ് മൈനസ് ചെയ്ത് നോക്കാം. 356 മൈനസ് 138. 6 മൈനസ് 8 പറ്റില്ല. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവും. 6നെ മാറ്റി എന്താക്കാം? 16 എന്ന് എഴുതാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയതുകൊണ്ട് ഇവിടെ 5 ഇല്ല. അവിടെ അതിന് പകരം ഇപ്പൊ 4 ഉള്ളൂ. അതുപോലെ 3 അങ്ങനെ തന്നെ ഉണ്ട്. ഇനി 16 മൈനസ് 8. 8 plus 8 ആണ് 16. So 16 minus 8 is 8. 4 minus 3 is 1. 3 minus 1 is 2. So the answer is 218. എങ്ങനെ വേർഡ് പ്രോബ്ലം ആക്കാം? A truck has a maximum capacity of 305 sacks of rice. At present, there are 210 sacks in the truck. How many more sacks are needed to fill the truck completely? എന്ത് ചെയ്യാം? ടോട്ടൽ 305 ആണ്. ഇതിൽ നിന്നും 210 മൈനസ് ചെയ്താൽ നമുക്ക് ഇനി എത്ര വേണമെന്ന് കിട്ടും. 5 minus 0 is 5. 0 minus 1 പറ്റില്ല. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കണം. സോ ഇത് മാറി ഇവിടെ 10 ആവും. ഇത് മാറി ഇവിടെ 2 ആവും. 10 minus 1 is 9. 2 minus 2 is 0. So the answer is 95. Use the grid below to solve the following question. Color your answer in the grid. ഈ ഗ്രിഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് മുകളിലേക്ക് നോക്കിയേ. 51, 61, 71, 81, 91 എന്നായി മാറും. അതായത് ഓരോ റോ മേലോട്ട് പോകുമ്പോഴും 10 ആണ് ആഡ് ചെയ്യുന്നത്. +10 +10 വീതമാണ് ആഡ് ആവുന്നത്. അതുപോലെ 451, 52, 53 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +1 ആയിട്ടാണ് മാറുന്നത്. ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കിയേ. 30, 29, 28. അപ്പൊ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ -1 ആണ്. മുകളിലേക്ക് പോകുമ്പോൾ +10 ആയതുകൊണ്ട് താഴേക്ക് വരുന്ന സമയത്ത് -10 ആണ്. ഇനി നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. 456. See, 456. ഇതിന്റെ കൂടെ 10 ആണ് ആഡ് ചെയ്യേണ്ടത്. 10 ആഡ് ചെയ്യുമ്പോൾ നേരെ തൊട്ട് മുകളിലേക്ക് പോയാൽ മതി. കാരണം ഓരോ റോ മുകളിലേക്ക് പോകുമ്പോൾ +10 ആണ്. സോ ദ ആൻസർ ഇസ് 466. 405 അതിവിടെ ഇല്ല അല്ലെ. 405 + 23 = 428. 481 എവിടെയാണ്? ഇവിടെയാണ്. 481 ഇവിടെ ഉണ്ട്. +19. 19 മീൻസ് ഒരു 10ഉം +9ഉമാണ്.
ഒരു 10 ഈസി ആയിട്ട് ആഡ് ചെയ്യാം, ഇങ്ങോട്ട് പോകും 491 ആവും. ഇനി ഇതിന്റെ കൂടെ 9 വൺസ് നമുക്ക് റൈറ്റിലേക്ക് 9 ടൈംസ് ആഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9. 491 plus 9 is 500. So our answer is 500. ഇനി 467. ഇവിടെയാണ് 467 ഉള്ളത്. ഇതിന്റെ കൂടെ 51 ആണ് ആഡ് ചെയ്യേണ്ടത്. എത്ര ടെൻസ് ഉണ്ട്? 5 ടെൻസ്. സോ 110, 210, 310, 410, 510. 510 ആഡ് ചെയ്തപ്പോ 517ലെത്തി. ഇനി അതിന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യണം. 1 ആഡ് ചെയ്യണമെങ്കിൽ റൈറ്റിലേക്ക് പോകണ്ടേ? പ്ലസ് 1. സോ ദ ആൻസർ ഇസ് 518. നെക്സ്റ്റ് 489. എവിടെയാണുള്ളത്? 489. ആദ്യം തന്നെ ഇതിന്റെ കൂടെ 21 ആഡ് ചെയ്യണം. 21ൽ എത്ര 10 ഉണ്ട്? 2 ടെൻസ് ഉണ്ട്. അപ്പൊ 1 2 ടെൻസ് ആഡ് ചെയ്തു. പ്ലസ് ഒരു 1ഉം കൂടി ആഡ് ചെയ്യാനുണ്ട് അല്ലേ? സോ റൈറ്റിലേക്ക് പോയപ്പോ 510ലെത്തി. ഇനി ഇതിന്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? 15. 15 മീൻസ് 110 51. ഒരു 10 ആഡ് ചെയ്യണമെങ്കിൽ നേരെ മുകളിലേക്ക് പോയാൽ മതി. 520. ഇനി 520 കഴിഞ്ഞിട്ട് എത്ര വൺസ് ആണ് ആഡ് ചെയ്യേണ്ടത്? 5 വൺസ് അല്ലെ? 520 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ ആണ് 521. സോ 1 2 3 4 and 5. എവിടെയാ എത്തിയിരിക്കുന്നത്? 525. So the answer is 525. Next 519. എവിടെ 519 ഉള്ളത്? ഇവിടെയാണ് 519. ഇവിടെ നമുക്ക് മൈനസ് ആണ് ചെയ്യേണ്ടത്. മൈനസ് ചെയ്യുമ്പോൾ താഴേക്കല്ലേ വരേണ്ടത്? -40. 1 2 3 4 ടെൻസ് മൈനസ് ചെയ്തു. എവിടെയാ എത്തിയിരിക്കുന്നത്? 479. 479. Do as directed. Add 100. ഇവിടെ തന്നിരിക്കുന്ന നമ്പറിന് താഴേക്ക് 100 ആഡ് ചെയ്ത് പോവാം. 269, 369, then plus 100 എത്രയാണ്? 469 plus 100 569 plus 100 669 plus 100 769. ഇനി add 10. ഇനി നമുക്ക് 10ന്റെ പ്ലേസിലാണ് അഡീഷൻ വരുന്നത്. 269 plus 10 279 plus 10 is 289, 299, 309, 319. Add 1. ഇവിടെ 1ന്റെ പൊസിഷനിലാണ് ആഡ് ആവുന്നത്. plus 1 270, 271, 272, 273, 274. അതുപോലെ സെയിം നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഓരോന്നിനെയും 100ഉം 10ഉം 1ഉം ആഡ് ചെയ്താൽ എങ്ങനെയായിരിക്കും അതിന്റെ ചേഞ്ച് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഓൾറെഡി നമ്മൾ ചെയ്തത് 269നോട് വേരിയസ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോഴാണ്. 454, 554, 654, 754, 854 and 954. ഇവിടെ 10 ആണ് ആഡ് ആവുന്നത്. സോ 464, 474, 484, 494, 504. ഇവിടെയോ 54, 55, 456, 457, 458, 459. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാ പ്രോബ്ലംസും സ്വന്തമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇതിന്റെ ബാക്കി പോർഷൻ പാർട്ട് 2 ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.